ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും വിനീതമായ പ്രണാമം. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. കഥാഞ്ജല സ്മൃതി യസ്മിൻ ദുഷ്കരം സുകരം ഭവേത്, വിസ്മൃതിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ചൈതന്യ ചരിതാമൃത കീ ജയ്. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എന്റെ വിനീതമായ പ്രണാമം. നമ്മളിപ്പോ ചൈതന്യ ചരിതാമൃതത്തിന്റെ ലാസ്റ്റ് ചാപ്റ്ററിലാണ്. സോ ലാസ്റ്റ് ചാപ്റ്ററില് ഇപ്പൊ നമ്മള് 17th ചാപ്റ്ററിലാണ്. ഒരു ക്വിക്ക് റീക്യാപ്പ് ആൻഡ് സമ്മറി നോക്കുമ്പോൾ, ചൈതന്യ ചരിതാമൃതത്തിന്റെ ആദ്യത്തെ 12 ചാപ്റ്റേഴ്സ് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് 7 ചാപ്റ്റേഴ്സ് വന്നിട്ട് മംഗളാചരൺ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ സുപ്രീമസി പ്രൂവ് ചെയ്യുന്നുണ്ട്, ചൈതന്യ ട്രീ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പിന്നെ ആദിലീലയുടെ അവസാന ഭാഗത്തില് ഭഗവാൻ എങ്ങനെയാ അവതരിച്ചത്, പിന്നെ ഭഗവാന്റെ ബാല്യലീല, പൗഗണ്ഡലീല, കൈശോരലീല, ഇതെല്ലാം പറയുന്നുണ്ട്. സോ ബാല്യലീല പറയുമ്പോൾ അപ് ടു ദ ഏജ് ഓഫ് 5, 5 വയസ്സ് വരെ ഉള്ള ലീലകളെല്ലാം ബാല്യലീല. ബാല്യലീല 14th ചാപ്റ്ററില് ഭഗവാന്റെ ബാല്യലീലയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ പൗഗണ്ഡലീല, ദാറ്റ് ഈസ് ഫ്രം 11 മുതൽ 15 വയസ്സ് വരെ ഉള്ള ലീലയാണ് പൗഗണ്ഡലീല. പൗഗണ്ഡലീല വന്നിട്ട് നമുക്ക് 15th ചാപ്റ്റർ, ആദിലീലയിലെ 15th ചാപ്റ്ററിൽ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ അതിന്റെ അടുത്ത് കൈശോരലീല. കൈശോരലീല 11 മുതൽ 15 വയസ്സ് വരെ ഉള്ളത് കൈശോരലീല. സോ കൈശോരലീലയില് നമ്മള് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കല്യാണം കഴിച്ചത്, കേശവ കശ്മീരി കണ്ടത്, ഇതെല്ലാം വന്നിട്ട് കൗമാര ലീലയിൽ കണ്ടു. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ലീല, യൗവന ലീലയിലാണ് ഇപ്പൊ നമ്മള് എൻട്രി ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് ഭഗവാൻ ഒന്ന് ഈ അധ്യായത്തില് ഹരേർ നാമ വേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് പറഞ്ഞ് ശുക്ലാംബര ബ്രഹ്മചാരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോപാൽ ചപ്പല വന്ന് ഉദ്ധരിക്കുന്നത് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാക്സിമം ഭാഗം വന്നിട്ട് ചാന്ദ് കാസിയുടെ ട്രാൻസ്ഫർമേഷൻ എങ്ങനെയായിരുന്നു, ചാന്ദ് കാസി എങ്ങനെ ഒരു ഡിവോട്ടി ആയി എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ശ്രീവാസങ്കനിലെ ഭഗവാന്റെ ലീലകളെല്ലാം കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഭഗവാൻ സന്യാസം എടുക്കുന്നതും ഇവിടെ പറയുന്നുണ്ട് ഈ യൗവന ലീലയില്. സോ വി ആർ ഇൻ ദ സ്റ്റാർട്ടിങ് ഓഫ് 17th ചാപ്റ്റർ. 17th ചാപ്റ്ററുടെ സ്റ്റാർട്ടിംഗ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 17th ചാപ്റ്റർ തുടങ്ങുമ്പോൾ
കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നുണ്ട്, വന്ദേ സ്വൈരാബുദേഹം തം ചൈതന്യം യത് പ്രസാദതഃ യൗവനാ സൗമാനായന്തെ കൃഷ്ണനാമ പ്രജൽപക. And very nicely, യൗവന സുമാനയന്തെ. Even unclean yavanas become perfectly well-bred gentlemen. Unclean yavanas. യവനമാരും ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടീസ് ആവുമെന്ന് പറയുന്നുണ്ട്. ശീല പ്രഭുപാദ് അതിനെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. ശീല പ്രഭുപാദ് ഇവിടുന്ന് അമേരിക്കൻ നാട് പോയപ്പോ കൊണ്ടുപോയത് ഹരിനാമം, ഭാഗവതം, ചൈതന്യ ചരിതാമൃതം ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം വെച്ച് ഭഗവാന്റെ ലീലകൾ പറഞ്ഞ് ഭഗവാന്റെ തിരുനാമം ജപിപ്പിച്ച് all the yavanas became perfectly well-bred gentlemen. എല്ലാവരും ജെന്റിൽമെൻ ആയി. എങ്ങനെ? by chanting the holy name of the Lord. കൃഷ്ണനാമ പ്രജൽപക, കൃഷ്ണനാമത്തെ ഉച്ചരിച്ചത് കൊണ്ട് അവരെല്ലാം വന്നിട്ട് പെർഫെക്റ്റ് ജെന്റിൽമെൻ ആയി എന്ന് പറയുന്നുണ്ട്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി 500 വർഷം മുമ്പ് പറഞ്ഞു. ശീല പ്രഭുപാദ് അത് നടപ്പിലാക്കി. ശീല പ്രഭുപാദ് അത് ചെയ്ത് കാണിച്ചു. ലോകം മുഴുവനും ഭക്തന്മാരെ ഉണ്ടാക്കി. എല്ലാവരെയും പെർഫെക്റ്റ് ജെന്റിൽമാൻ. സോ ടു ബിക്കം എ ജെന്റിൽമാൻ ഫോർമുല ആവുന്ന എന്താന്ന് വെച്ചാല് to become a devotee of Krishna. If you are a devotee of Krishna, if you are a devotee of Mahaprabhu, Lord Chaitanya, നമ്മൾ വന്നിട്ട് ജെന്റിൽമാൻ ആകാൻ പറ്റും. അതാണ് ഇന്ന് നമ്മൾ നോക്കേണ്ടത്. 17.2 ശ്ലോകമാണ്. എന്റെ വോയിസ് ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ടോ? ഹരേ കൃഷ്ണ. 17.2 ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗര ഭക്ത വൃന്ദ. All glories to Lord Chaitanya Mahaprabhu, all glories to Nityananda Prabhu, all glories to Advaita Acharya, and all glories to all devotees of Lord Chaitanya. എല്ലാവരുടെയും ചൈതന്യ ചരിതാമൃതയുടെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും അദ്വൈതാചാര്യ പിന്നെ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തന്മാരുടെ അനുഗ്രഹം എടുത്തു. അറ്റ് എനി പോയിന്റ് ഞാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീല പറയാണ്, ഐ എം സോ വെൽ ക്വാളിഫൈഡ്. അങ്ങനെ എവ്രി ടൈം ഹീസ് ടേക്കിംഗ് ബ്ലെസ്സിങ്സ് ഓഫ് ഓൾ ദി മഹാപ്രഭു ലോർഡ് നിത്യാനന്ദ എല്ലാവരുടെയും അനുഗ്രഹം എപ്പോഴും എപ്പോഴും എപ്പോഴും. ഒരു ഭക്തൻ വന്നിട്ട് സ്വയ ഇച്ഛയായിട്ട് ഒന്നും പറയില്ല. എപ്പോഴും ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെ കാരുണ്യം യാചിച്ച് അങ്ങനെ ഒരു ഡിവോട്ടി വന്നിട്ട് എന്തും പറയുള്ളൂ. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഫസ്റ്റ് മുതൽ സ്റ്റാർട്ടിങ് മുതൽ ഇനിയും ചൈതന്യ മധ്യലീല അന്ത്യലീല ലാസ്റ്റ് വരുന്നവരെ എല്ലാവരുടെയും എവ്രി ടൈം പഞ്ചതത്വ ഗ്ലോറിഫൈ ചെയ്ത് ഭക്തന്മാരെ ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് ആകെ ഉള്ളത്. ഇനി പറയാനുള്ളത് പറയുന്നു. സോ ഇപ്പൊ നമുക്ക് വേഴ്സ് 3 പോകാം. 17-ാമത്തെ അധ്യായം 3-ാമത്തെ വേഴ്സ്. കൈശോര ലീലാര സൂത്രകാരില ഗണന യൗവന ലീലാര സൂത്രകാരി അനുക്രമം. അപ്പം ഇവിടെ പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ കൈശോര ലീലയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വിവരിച്ചു കഴിഞ്ഞു. ഇനി ക്വിക്കായിട്ട് മഹാപ്രഭുവിന്റെ യൗവന ലീലയെ കുറിച്ച് പറയാൻ. ഇപ്പോ യൗവന ലീലയിൽ വന്നിട്ട് അധികം ചൈതന്യ മഹാപ്രഭു വന്നിട്ട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി വന്നിട്ട് യൗവന ലീലയെ കുറിച്ച് അധികം ഒന്നും പറയില്ല. ബിക്കോസ് ഓൾറെഡി യൗവന ലീലയെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ചൈതന്യ ഭാഗവതത്തിലുണ്ട്. അപ്പൊ വീണ്ടും അത് തന്നെ ഓൾറെഡി ഇലാബറേറ്റ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ചൈതന്യ മഹാപ്രഭു ബാല്യലീലയെ കുറിച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാതെ ജസ്റ്റ് അടുത്ത് ഈ ലീല കഴിഞ്ഞിട്ട് ഈ ലീല നടന്നു, ഈ ലീല കഴിഞ്ഞിട്ട് ഈ ലീല, അങ്ങനെ ഒരു സമരി രൂപത്തിലാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി മഹാരാജ് വന്നിട്ട് പറയുന്നുണ്ട്.
Text number 4. Text number 4, 17.4. Vidya Saundarya Sadvesha Sambhoga Nritya Kirtanai Prema Nama Pradhanaischa Gaurodivyati Yauvane. So, Yauvana stage la Bhagavan endellam cheythu ennullathu ee shlokathila Krishnadas Kaviraj Goswami Maharaj one explain cheyyunnundu. Exhibiting his scholarship, beauty, fine dress, Lord Chaitanya danced and chanted as he distributed the holy name of the Lord to awaken dormant love of Krishna. Thus Lord Sri Gaurasundara shone in his youthful pastimes. So he would have a parayunnundu Vidya, education, nalla, was highly educated. Soundarya, the most beautiful person. Alara beautiful ayirunnu Lord Chaitanya Mahaprabhu. Sadvesha, fine dress, nalla vastram dharichirunnu. Pinna endu cheyyuvarunnu? He was always chanting and distributing the holy name. Chaitanya Mahaprabhu idha cheyda. Sambhoga Nritya Kirtana Premanama Pradhanaischa Gauro Divyati Yauvane. എല്ലാവർക്കും ഭഗവാന്റെ തിരുനാമത്തിനെ എത്തിച്ച് എല്ലാവർക്കും ഹരിനാം സങ്കീർത്തനം ചെയ്ത് വന്നിട്ട് ഇതാണ് ഭഗവാൻ വന്നിട്ട് യൗവന സ്റ്റേജില് കാണിച്ചതെന്ന് പറയുന്നു. ഇൻ ഷോർട്ട്, യവന പ്രവേശ അംഗേര അംഗവിഭൂഷണ ദിവ്യ വസ്ത്ര ദിവ്യ വേഷ മാല്യ ചന്ദന. അപ്പൊ ഭഗവാൻ വന്നിട്ട് യൗവന സ്റ്റേജിൽ എൻറ്റർ ചെയ്തപ്പോ ഭഗവാൻ വന്നിട്ട് ദിവ്യ വസ്ത്ര, ദിവ്യ വേഷ ആൻഡ് മാല്യ ചന്ദന ഇത്. അപ്പൊ ഭഗവാൻ വന്നിട്ട് നല്ല ഡ്രസ്സസ്, ദിവ്യ വസ്ത്രം ഇട്ടിരുന്നു. He decorated himself with ornaments, dressed himself with fine cloth, divya vastra, divya vesha, malya chandana. மேல ஃபுல்லா சந்தனம் பூசியிருന്നു മഹാപ്രഭു. മാലയും ഇട്ടിരുന്നു, മാല ഇട്ടിരുന്നു, പിന്നെ നല്ല ചന്ദനവും ചാത്തി. യൗവന സ്റ്റേജിലെ ഭഗവാന്റെ. ടെക്സ്റ്റ് 6. വിദ്യാര ഔദ്ധത്തെ കാഹോ നകാരെ ഗണന സകല പണ്ഡിത ജിനികാര അധ്യാപന. By dint of pride of his education, Sri Chaitanya Mahaprabhu, not caring for anyone else, defeated all kinds of learned scholars while executing his studies. അപ്പോ മഹാപ്രഭു വന്നിട്ട് എല്ലാ പണ്ഡിതന്മാരെയും ഡിഫീറ്റ് ചെയ്തു. ആരെയെല്ലാം കണ്ടു മുമ്പില് എല്ലാവരെയും ഡിഫീറ്റ് ചെയ്തു. ആൻഡ് ഇവിടെ എല്ലാവരും ഡിബേറ്റിന് വിളിക്കും. ഡിബേറ്റിന് വിളിച്ച് ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യും? ഡിബേറ്റിന് വിളിച്ചിട്ട് ചൈതന്യ മഹാപ്രഭു ഒരു സൈഡ് എടുക്കും, ഒരു സൈഡ് എടുത്തിട്ട് ഡിഫീറ്റ് ചെയ്യും. ആ സൈഡില് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളെ വന്നിട്ട് ഡിഫീറ്റ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡ് എടുക്കും, പിന്നെ ഈ സൈഡിലുള്ളവരെ ഡിഫീറ്റ് ചെയ്യും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ എടുത്തിട്ട് ഒരു ഡിബേറ്റിന് പോകാൻ എല്ലാവർക്കും പേടിയാണ്. ബിക്കോസ് രണ്ട് സൈഡും മഹാപ്രഭു എടുത്തിട്ട് മഹാപ്രഭു തന്നെ ഡിഫീറ്റും ചെയ്യും. അത്ര എക്സ്പേർട്ടും അത്ര സ്കോളർലി ആയിരുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്ത് ഒരു ഡിബേറ്റിലേക്ക് പോകണമെന്ന് വെച്ചാല് എല്ലാവരും ഒരു പേടിച്ച് വരയ്ക്കുമായിരുന്നു. മഹാപ്രഭു വാസ് സോ എക്സ്പേർട്ട്. ഹി വിൽ ടേക്ക് ബോത്ത് ദ സൈഡ്സ്. ഒരു സൈഡ് ഇരുന്ന് അപ്പുറത്തെ സൈഡിലുള്ളവരെ ഡിഫീറ്റ് ചെയ്യും, പിന്നെ ആരെ ഡിഫീറ്റ് ചെയ്തോ അവരുടെ സൈഡിൽ ഇരുന്ന് ഈ സൈഡിലുള്ളവരെയും ഡിഫീറ്റ് ചെയ്യും. അത്ര ഹൈലി നോളജബിൾ പേഴ്സൺ ആയിരുന്നു മഹാപ്രഭു, സ്വയം ഭഗവാൻ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു മഹാപ്രഭു ആരെയെല്ലാം ഡിഫീറ്റ് ചെയ്ത്? കേശവ കശ്മീരി അല്ലേ? കൈശോറലിലെ സ്റ്റേജിൽ വന്നിട്ട് കേശവ കശ്മീരിയെ വന്നിട്ട് മഹാപ്രഭു ഒന്ന് ഡിഫീറ്റ് ചെയ്തു.
He was so expert in all the Shastras. എല്ലാത്തിനും സർവസ്യ ചാഹം മത്ത സ്മൃതി ജ്ഞാനം. അപ്പോ വേദേശ്ച സർവേ അഹമേവ വേദ്യം. എല്ലാം ഭഗവാന്റെ അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ട് നത്തിങ് ഇസ് ന്യൂ ഫോർ ഹിം. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഹൽവ കഴിക്കുന്ന മാതിരി. ഒരു ഡിബേറ്റിലേക്ക് ആളെ വിളിക്കുക, തർക്കിക്കുക, ഡിഫീറ്റ് ചെയ്യുക. അത് വന്നിട്ട് നല്ല ഒരു വളരെ എൻജോയ് ചെയ്ത് മഹാപ്രഭു വന്നിട്ട് ചെയ്യുമായിരുന്നു. സോ ഇപ്പൊ നമ്മള് 17.7 വായിക്കാം. വായുവ്യാധിച്ചാലേ കൈല പ്രേമ പരകാശ ഭക്തഗണ ലാന കൈല വിവിധ വിലാസ. സോ ഇത് ആരെങ്കിലും ട്രാൻസ്ലേഷൻ പോയിട്ട് ആരെങ്കിലും വായിക്കുമോ? ഹരേ കൃഷ്ണ മാതാജി, വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുപാദ് കി ജയ്. വിവർത്തനം ഭാവാർത്ഥം. യൗവനത്തിൽ മഹാപ്രഭു തന്റെ തീവ്രമായ കൃഷ്ണപ്രേമം വായുക്ഷോഭം എന്ന വ്യാജേന പ്രദർശിപ്പിച്ചു. വിശ്വസ്ത ഭക്തന്മാരോടൊപ്പം അവിടുന്ന് ഈ വിധത്തിൽ നാനാപ്രകാരത്തിലുള്ള ലീലകൾ ആസ്വദിച്ചു. ഭാവാർത്ഥം. ആയുർവേദ ചികിത്സാ സമ്പ്രദായ പ്രകാരം മുഴുവൻ ശാരീരിക വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് വായു, പിത്തം, കഫം എന്നീ 3 ഘടകങ്ങളാലാണ്. ശരീരത്തിനുള്ളിലെ സ്രവങ്ങൾ രക്തം, മൂത്രം, മലം തുടങ്ങിയ മറ്റു സ്രവങ്ങളായി രൂപാന്തരപ്പെടുന്നു. പക്ഷേ ചയാപചയ പ്രവർത്തനങ്ങൾക്ക് വിഘാതങ്ങൾ ഉണ്ടാകുന്ന പക്ഷം സ്രവങ്ങൾ ശരീരത്തിനുള്ളിലെ വായുവിന്റെ ക്ഷോഭത്താൽ കഫമായി മാറുന്നു. ആയുർവേദ സമ്പ്രദായ പ്രകാരം പിത്തസ്രവവും കഫവും ശരീരത്തിനുള്ളിൽ സംക്രമണം നടത്തുന്ന വായുവിന് വിഘ്നമുണ്ടാക്കുന്നു. ഇതുമൂലം 59 തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടായേക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഉന്മാദം. വായുക്ഷോഭത്തിന്റെയും പരിണാമത്തിന്റെയും വ്യാജേന ശ്രീ ചൈതന്യ മഹാപ്രഭു ഉന്മാദമുള്ള ഒരുവനെ പോലെ വർത്തിച്ചു. അപ്രകാരം അദ്ദേഹം തന്റെ വിദ്യാലയത്തിൽ ക്രിയകളുടെ വ്യാകരണം കൃഷ്ണാവബോധത്തിലൂടെ വിശദീകരിക്കാൻ ആരംഭിച്ചു. കൃഷ്ണനോട് ബന്ധപ്പെടുത്തി എല്ലാം വ്യാകരണത്തിലൂടെ വിശദീകരിച്ച അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ ഭൗതിക വിദ്യാഭ്യാസം ത്യജിക്കാൻ പ്രേരിപ്പിച്ചു. കൃഷ്ണാവബോധം ഉണ്ടാകുന്നതാണ് ശ്രേഷ്ഠമെന്നും ആ വിധത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പരിപൂർണത നേടാൻ കഴിയുമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ശ്രീ ജീവ ഗോസ്വാമി ഹരിനാമാർത്ഥ വ്യാകരണം എന്ന ശീർഷകത്തിൽ വ്യാകരണം ചിട്ടപ്പെടുത്തുകയുണ്ടായി. സാധാരണ ജനങ്ങൾ അത്തരം വിശദീകരണങ്ങളെ ഭ്രമങ്ങളായി കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ അനുഭവത്തിൽ കൃഷ്ണാവബോധമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് വിശദമാക്കുകയായിരുന്നു ഭഗവാന്റെ ഭ്രമാത്മകമായ മനോഭാവത്തിന്റെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ എല്ലാം കൃഷ്ണാവബോധവുമായി അനുബന്ധപ്പെടുത്താവുന്നതായിരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ ലീലകൾ ചൈതന്യ ഭാഗവതം മധ്യഖണ്ഡം 1-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ശ്രീല പ്രഭുപാദ് കി ജയ്. സോ മഹാപ്രഭു യൗവന സ്റ്റേജിൽ കുറച്ച് ക്രേസിയായി ബിഹേവ് ചെയ്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. സോ എൻറ്റയർ സാൻസ്ക്രിറ്റ് ഗ്രാമർ ഹി കൺവേർട്ടഡ് ഇൻ ടു കൃഷ്ണ കോൺഷ്യസ്നസ്. എൻറ്റയർ സാൻസ്ക്രിറ്റ് ഗ്രാമർ, എല്ലാ അക്ഷരവും എല്ലാ ഗ്രാമറിന്റെ ടെക്നിക്സ് എല്ലാം വന്നിട്ട് ഈ കണക്റ്റഡ് ടു കൃഷ്ണ. അപ്പൊ മഹാപ്രഭു വന്നിട്ട് പറയുന്നത് എല്ലാം ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നത് കൊണ്ട് ഭഗവാന്റെ അടുത്ത് കണക്ട് ചെയ്യാതെ ഒന്നുമില്ല. സോ എവറിത്തിങ് ക്യാൻ ബി കണക്റ്റഡ് ടു കൃഷ്ണ. എന്ത് ചെയ്താലും നമ്മൾ ഭഗവാന്റെ കൂടെ കണക്റ്റഡ് ആയിട്ട് ചെയ്യണമെന്ന്. ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് ഇപ്പൊ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കൃഷ്ണ കോൺഷ്യസ് ആൽഫബറ്റ്സ്, നമ്പേഴ്സില് കൃഷ്ണന്റെ കൂടെ കണക്ട് ചെയ്ത് വേദ ശാസ്ത്രാസ് കൂടെ നമ്പേഴ്സ് ലിങ്ക് ചെയ്ത് അതുപോലെ നമ്പർ. സോ ഇതെല്ലാം വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തത് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് എവറിത്തിങ് ഹി കണക്റ്റഡ് ടു കൃഷ്ണ. ഹരിനാമാമൃത വ്യാകരണം. അങ്ങനെ വന്നിട്ട് ജീവഗോസ്വാമി ഇതിനെല്ലാം അവസാനം പിന്നെ കമ്പൈൽ ചെയ്തു. ചൈതന്യ മഹാപ്രഭു യൂട്ടിലൈസ്ഡ് എവറിത്തിങ് ടു മേക്ക് പീപ്പിൾ കൃഷ്ണ കോൺഷ്യസ്നസ്. ഇതിന്റെ ഡീറ്റെയിൽ വന്നിട്ട് നമുക്ക് മധ്യലീലയിലെ കാണാൻ പറ്റുന്നു ഇവിടെ പറയുന്നുണ്ട്. ബിക്കോസ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഗയയിലേക്ക് പോകുന്നത്. ഗയയിലേക്ക് അച്ഛന് പിണ്ടദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോഴാണ് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഈശ്വരപൂരി മഹാരാജിനെ കണ്ട് ഈശ്വരപൂരിയുടെ അടുത്ത് നിന്ന് ദീക്ഷ എടുക്കുന്നത്. സോ we go to the next shloka 17.8. തബേത കരില പ്രഭു ഗായത്തെ ഗമന ഈശ്വരപൂരിര സംഗേ തതായി മിലന. Thereafter the Lord went to Gaya. There he met Srila Ishwarapuri.
ஸோ மூதாதையருக்கு ആൻസിസ്റ്റേഴ്സിന് പിതൃക്കൾക്ക് വന്നിട്ട് പിണ്ടദാന ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗയയില് പോകും. ഗയയില് പോയാൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ട് പിതൃക്കൾക്ക് വന്നിട്ട് നല്ല ഗതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിണ്ടദാനം ചെയ്യുന്നില്ല. അപ്പം മഹാപ്രഭുവും അതേപോലെ അച്ഛൻ മരിച്ചപ്പം ഗയയില് പോയി അവിടെ വന്നിട്ട് ഈ ഓഫർഡ് ഒബ്ലേഷൻസ് ടു ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ് വിഷ്ണു, മഹാവിഷ്ണുവിന്റെ തൃപ്പാദത്തില് വന്നിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെയെല്ലാം ചെയ്യും. ഇത് ഗയ ഗയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗയ ചില പ്ലേസസ് എല്ലാം ഉണ്ട്, നമുക്ക് ഇതുപോലെ പിതൃകർമ്മങ്ങൾ ചെയ്യാനുള്ള പ്ലേസസ് എല്ലാം ഉണ്ട്. ഗയ ഉണ്ട്, പിന്നെ വാരണാസി ഉണ്ട്. വാരണാസിയില് രാമേശ്വര, ഡിഫറെന്റ് പ്ലേസസ്, ഇതുപോലെ ചില ഇമ്പോർട്ടന്റ് പ്ലേസസ് എല്ലാം പോയി പിതൃക്കൾക്ക് വന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വന്നിട്ട് നല്ല ഗതി കിട്ടും എന്നങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ ഇവിടെ വാരണാസിയില് അവിടെ ഹരിശ്ചന്ദ്ര ഘാട്ടാ തോന്നുന്നു, അവിടെ വന്നിട്ട് ബിന്ദുമാധവ അല്ല ഇറ്റ് ഈസ് പഞ്ചഗംഗ ഘാട്ട്. പഞ്ചഗംഗ ഘാട്ടില് വന്നിട്ട് ബലിതർപ്പണം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ബിന്ദുമാധവ. അപ്പൊ എല്ലാ പ്രാർത്ഥനയും ബിന്ദുമാധവ ഭഗവാന് സമർപ്പിച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെയ്യുന്നവർക്ക് വീണ്ടും പിണ്ടതർപ്പണ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് യു ഹവ് ഡൺ ഇൻ ഇതുപോലെ ഗയ, വാരണാസി ഇതുപോലെ സ്ഥലങ്ങളെല്ലാം പോയി ചെയ്തു കഴിഞ്ഞാല്. ഹരേ കൃഷ്ണ. ഈ ബിന്ദുമാധവ എന്ന് പറഞ്ഞത് മറ്റേ അതെവിടെയായിട്ട് വരുന്നത്? ഈ ബിന്ദുമാധവ വാരണാസി. വാരണാസി, കാശിയില് പോകുമ്പോ കാശിയില് വന്നിട്ട് പഞ്ചഗംഗ ഘാട്ട് ഉണ്ട്. പഞ്ചഗംഗ ഘാട്ടില് വന്നിട്ട് ഇതേപോലെ പിതൃകർമ്മങ്ങളെല്ലാം ചെയ്യും, പിണ്ടദാനം ചെയ്യും. പിണ്ടദാനം ചെയ്യുമ്പോൾ ബിന്ദുമാധവ ടെമ്പിൾ വളരെ ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ആയിരുന്നു, നല്ല ടെമ്പിൾ ആയിരുന്നു. ഇപ്പൊ പിന്നെ ഔറംഗസീബ് അത് വന്നിട്ട് പൊളിച്ച് അവിടെ ഒരു വലിയൊരു മസ്ജിദ് കെട്ടി. എന്നാലും ബിന്ദുമാധവക്ക് വേറെ ഒരു ടെമ്പിൾ ഉണ്ട്, സ്റ്റെപ്സ് എല്ലാം കയറി മേലെ പോണം. അവിടെ വന്ന് പിണ്ടദാനം ചെയ്യുന്നതും വളരെ ഓസ്പീഷ്യസ് ആണ്. അതുപോലെ ചില ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളല്ലാണ്ട് ഗയ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. അപ്പൊ എപ്പോഴും ഭക്തന്മാർ വന്നിട്ട് എല്ലാവരും അവിടെ ഗ്യാദർ ചെയ്തിട്ട് ശ്രാദ്ധ സെറമണി എല്ലാം ഇവിടെ ചെയ്യും. ചൈതന്യ മഹാപ്രഭുവും പിണ്ടദാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ബൈ ഹിസ് ഗുഡ് ഫോർച്യൂൺ ഈശ്വരപൂരി മഹാരാജനെ കണ്ടു. ആക്ച്വലി ഒരു ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഭഗവാൻ സ്വയമാണ്. ഫോർച്ചുനേറ്റ്ലി ഹി മെറ്റ് ഈശ്വരപൂരി ദേർ. അത് ഇവൻ എന്താ പറയാ, ബ്രഹ്മിതേക്കോണ ഭാഗ്യവാൻ ജീവ ഗുരുകൃഷ്ണ പ്രസാദേപായി ഭക്തിലതാ ബീജ. ബ്രഹ്മിതേക്കോണ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ എത്രയോ കാലം അലഞ്ഞ് തിരിഞ്ഞ് പിന്നെ അവസാനം ഒരു ഗുരുവിന്റെ കൃപ ഒരു ആത്മാവിന് കിട്ടുന്ന പറയുന്നത്. അപ്പൊ ഗുരു, ഒരു ആധ്യാത്മിക ഗുരു, ഒരു ഗുരു ശിഷ്യ പരമ്പരയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗുരു കിട്ടുന്നത് പറഞ്ഞിട്ട് ഇറ്റ്സ് എ വെരി ബിഗ് ബ്ലെസ്സിങ്. അത് നമ്മളെ പോലെ ബദ്ധാത്മാക്കൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭഗവാനെ വന്നിട്ട് അതൊന്നും അങ്ങനെ ആ സിസ്റ്റം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് എല്ലാ രീതിയിലും ഭഗവാൻ വന്നിട്ട് ഒരു ഭക്തൻ എങ്ങനെ ഉണ്ടാവണം, ഒരു ജീവാത്മാവ് എങ്ങനെ പരമാത്മാവിന്റെ സേവയിൽ ഈടുപെടണം, എങ്ങനെ പരംധാമത്തിലേക്ക് എത്തിച്ചേരണം, ഇതെല്ലാം പ്രാക്ടിക്കലി കാണിക്കാൻ വേണ്ടിയിട്ട് രാമചന്ദ്ര ഭഗവാനായി വന്നപ്പോഴും ഗുരുവിനെ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനായി വന്നപ്പോഴും ഇവൻ ടു സന്ദീപനി മുനീസ് ആശ്രം. പിന്നെ ചൈതന്യ മഹാപ്രഭു വളരെ എന്താ പറയാ, വളരെ പ്രാക്ടിക്കൽ. കൃഷ്ണൻ ഭഗവത്ഗീത എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പോയപ്പോ ആരും വരുന്നില്ല. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിവോഷൻ, അകർമ്മ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായാലും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇതെല്ലാം എങ്ങനെയാ നാമം ജപിക്കുന്നത്, എങ്ങനെ ഇതെല്ലാം ഫോളോ ചെയ്യും. സോ ഹി ബിക്കേം എ ഡിവോട്ടി ഹിംസെൽഫ് ആൻഡ് ഹി പ്രാക്ടിക്കലി എക്സിക്യൂട്ടഡ് ഓൾ ദീസ് ക്വാളിറ്റീസ്. ഇതെല്ലാം അപ്പൊ സ്വയം ഭഗവാനെ ഗുരു സ്വീകരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ബട്ട് ഭഗവാൻ വന്നിട്ട് നമുക്ക് ഒരു എക്സാംപ്ലറി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരമ്പരയില് വന്ന ഗുരുവിനെ ഈശ്വരപുരിയെ വന്നിട്ട് ഗയയില് അക്സെപ്റ്റ് ചെയ്തു. 17.9 ദീക്ഷ അനന്തരെ ഹൈല പ്രേമേര പ്രകാശ ദേശയാഗമന പുന പ്രേമേര വിലാസ.
In Gaya, Sri Chaitanya Mahaprabhu was initiated by Ishvara Puri, and immediately afterwards he has exhibited signs of love of Godhead. He again displayed such symptoms after coming back home. അപ്പൊ അതുവരെ ഈശ്വരപൂരിയെ കാണുന്നവരെ മഹാപ്രഭു വാസ് വെരി നട്ട്കട്ട്, വെരി ക്രേസി. ഇങ്ങനെ നമ്മൾ മുമ്പ് കൂടെ കണ്ടു, വാസ് വെരി ക്രേസി. ഇങ്ങനെ ഡിബേറ്റിന് വിളിക്കുക, അങ്ങനെയെല്ലാം ഡിഫറെന്റ്, വളരെ ഒരു ഡിഫറെന്റ് ബിഹേവിയർ ആയിരുന്നു. പക്ഷെ ഈശ്വരപൂരിയെ കണ്ട പിന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. He became completely changed. ഇതിന്റെ പേർപ്പോട്ട് ആരെങ്കിലും ഒന്ന് വായിക്കുമോ മാതാജീസ്? ഹരേ കൃഷ്ണ മാതാജി, വായിക്കട്ടെ. Yes, please. ഭാവാർത്ഥമേ ശിലപ്രഭുപാദ്. ശ്രീ ചൈതന്യ മഹാപ്രഭു തന്റെ അനേക ശിഷ്യന്മാരുടെ അകമ്പടിയോടെ ഗയയിലേക്ക് പോകവേ മാർഗമധ്യ രോഗബാധിതനായി. അദ്ദേഹത്തിന് കടുത്ത ജ്വരമുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ബ്രാഹ്മണരുടെ പാദങ്ങൾ കഴുകിയ ജലം കൊണ്ടുവരാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും അവരത് കൊണ്ടുവന്നപ്പോൾ അത് പാനം ചെയ്യുകയും അതോടെ അദ്ദേഹത്തിന്റെ രോഗം ഭേദമാവുകയും ചെയ്തു. അതുകൊണ്ട് എല്ലാവരും ശ്രീ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശിച്ചതുപോലെ ബ്രാഹ്മണരെ ആദരിക്കണം. ഭഗവാനോ അവിടുന്നിന്റെ അനുയായികളോ ഒരിക്കലും ബ്രാഹ്മണരെ അനാദരിച്ചിരുന്നില്ല. ഭഗവാന്റെ അനുയായികൾ ബ്രാഹ്മണർക്ക് എല്ലാ ബഹുമാനങ്ങളും നൽകാൻ തയ്യാറാകണം. മതിയായ യോഗ്യതകളില്ലാതെ സ്വയം ബ്രാഹ്മണനായി അവതരിപ്പിക്കുന്ന ഒരുവനെ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രചാരകർ എതിർക്കുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാവരെയും ബ്രാഹ്മണരായി അന്ധമായി അംഗീകരിക്കാൻ ചൈതന്യ ഭഗവാന്റെ അനുയായികൾക്ക് കഴിയില്ല. അതുകൊണ്ട് അവിടുന്ന് ബ്രാഹ്മണരുടെ പാദങ്ങൾ കഴുകിയ ജലം പാനം ചെയ്ത മാതൃക ഒരുവൻ വിവേചനമില്ലാതെ പിന്തുടരുത്. കലിയുഗത്തിന്റെ കളങ്കം മൂലം ബ്രാഹ്മണ കുടുംബങ്ങൾ ക്രമേണ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവർ ജനങ്ങളുടെ വികാരങ്ങൾ ചൂഷണം ചെയ്ത് അവരെ വഴിതെറ്റിക്കുന്നു. ശിലപ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നുണ്ട് മഹാപ്രഭുവിന് വന്ന് സുഖമില്ലാതായി. മഹാപ്രഭു വന്നിട്ട് ബ്രാഹ്മണന്റെ പാദം കഴുകിയ വെള്ളം കുടിച്ചു. സോ മഹാപ്രഭു ഇതെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, നേരത്തെ പറഞ്ഞ പോലെ. ബട്ട് എങ്ങനെയാ ഒരു ഭക്തൻ ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മഹാപ്രഭു അങ്ങനെ ചെയ്തു. ഇത് ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭക്തപാദ ധൂളി, the dust of lotus feet of a devotee, ഭക്തപാദ ജല, the water that wash the feet of a devotee, and ഭക്ത ഭുക്ത അവശേഷ, remnants of food eaten by a devotee. ഇത് 3ഉം എന്താ പറഞ്ഞാൽ മഹാബല, they are very very powerful എന്നാ പറയണ. ഭക്തപാദ ധൂളി, പാദധൂളി, ഭക്തന്മാരുടെ പാദധൂളി, ഭക്തപാദ ജല, ശരണാമൃത, ഗുരു മഹാരാജ് മാതിരി ടോപ്പ് മോസ്റ്റ് വൈഷ്ണവേഴ്സ്, സീനിയർ ഭക്താസിന്റെ പാദം കഴുകി ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ട് പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട് അവിടെ. അതുപോലെ ഭക്ത ഭുക്ത അവശേഷ, ശുദ്ധഭക്തന്മാർ വന്ന് കഴിച്ച പ്രസാദത്തിന്റെ ആ ഉച്ഛിഷ്ടം വന്നിട്ട് എന്താ പറയുന്ന തീന മഹാബലം, ദേ ആർ വെരി പവർഫുൾ. ഈ 3 വിഷയങ്ങളും ഭയങ്കര പവർഫുൾ ആണെന്ന് ചൈതന്യ ചരിതാമൃതത്തില് അന്ത്യലീലയില് പറയുന്നുണ്ട്. സോ ഇതിലെ മഹാപ്രഭു വന്നിട്ട് ഇപ്പൊ പറയുന്നു ഇവിടെ പാദം കഴുകി, ബ്രാഹ്മണന്റെ പാദം കഴുകി സ്വയം ഭഗവാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് പിന്നെ നമ്മളും പിന്നെ ഇങ്ങനെ വിചാരിക്കാൻ പാടില്ല, ഓ വലിയ ഡിവോട്ടിയാണ് പാദം കഴുകണം അങ്ങനെയെല്ലാം വിചാരിച്ചാൽ നരകത്തിൽ പോകും, കർമ്മ എടുക്കേണ്ടി വരും. സോ തന്നെത്താനെ വന്നിട്ട് ഒരു വലിയ വൈഷ്ണവനായിട്ട് വിചാരിക്കാൻ പാടില്ല. എപ്പോഴും എന്താ പറയാ, എല്ലാ റെസ്പെക്റ്റും എല്ലാവർക്കും കൊടുക്കാൻ റെഡി ആയിരിക്കണം. അതേ സമയത്ത് തന്നെ ഏറ്റവും ഐ എം ദ ലോവസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഭാവത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വന്നിട്ട് മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടുള്ളൂ. അനുഗ്രഹം കിട്ടുള്ളൂ. മഹാപ്രഭു നമ്മള് രാവിലെ പാടുന്നുണ്ട്, എന്താ, പതിത പാവന ഹേതു തവയാവതാര മൊസാമാ പതിത പ്രഭു നപൈബേയാ ഭരാ. എന്നെ പോലെ ഒരു നീച്ചമായിട്ടുള്ള ഒരു ഭക്തൻ ആരും ഇല്ല. ഷോ ഓഫ് ഡിവോട്ടീസ്, ഐ എം എ ഗ്രേറ്റ്. ഒരു നല്ലൊരു ഡിവോട്ടി ആരും തന്നെ താനെ ഗ്രേറ്റ് എന്ന് പറയില്ല.
സെൽഫ് പ്രൈസ് ചെയ്യില്ല, സ്വയം പുകഴ്ത്തി തന്നെത്താനെ ഞാൻ അതാണ് വലിയ അതാണ് ഇതാണെന്ന് ഒരു ഡിവോട്ടി അങ്ങനെ ഒരിക്കലും പറയില്ല. സോ ശീല പ്രഭുപാദ് വന്നിട്ട് ഒരു ബ്രാഹ്മണനെ വന്നിട്ട് റെസ്പെക്ട് ചെയ്യണം, ഒരു വൈഷ്ണവനെ വന്നിട്ട് റെസ്പെക്ട് ചെയ്യണം. പക്ഷേ ഒരു ബ്രാഹ്മണനാണ് മഹാപ്രഭു ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒന്നും ഫോളോ ചെയ്യാതെ പാലിക്കാത്ത ആൾക്കാരുടെ എല്ലാം കാലെല്ലാം കഴുകിയെല്ലാം നമ്മൾ കുടിക്കാൻ പാടില്ല. ശീല പ്രഭുപാദ് വാൺ ചെയ്യുന്നുണ്ട്. So gradually the Brahmanas families have become degraded because of contamination of Kali Yuga. Thus they misguide people by exploiting their sentiments. So ipo naam ke vas matram brahmana 2 paisa brahmana Srila Prabhupada പറഞ്ഞു brahmanical culture ബ്രാഹ്മണൻ ഏത് രീതിയിൽ ജീവിക്കണം അതുപോലെ ഒന്നും ജീവിക്കാതെ ചുമ്മാ പേരിന് മാത്രം പൂണൂലിട്ട ബ്രാഹ്മണൻ, അങ്ങനെയുള്ള ബ്രാഹ്മണൻ വന്നിട്ട് അവരുടെ എല്ലാം പാദം കഴുകി കുടിച്ച് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഉത്തമ ഭക്തന്മാര് ഗുരു മഹാരാജ് അതേപോലെ പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസ് സീനിയർ വൈഷ്ണവാസ് നമുക്ക് കണ്ടാലേ മനസ്സിലാവും. അങ്ങനത്തെ സീനിയർ ഡിവോട്ടീസിന്റെ ഉച്ചിഷ്ടം, പാദധൂളി, പാദം കഴുകിയ വെള്ളം ഇതെല്ലാം വന്നിട്ട് ഹൈലി പ്യൂരിഫൈയിങ് ആണ്. നമ്മൾ എന്താ പറയാ കുറെ വർഷങ്ങൾ യുഗങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഭക്തിയിൽ കിട്ടുന്ന പക്വത വന്നിട്ട് ഇത് ചെയ്യുമ്പോഴേ ഉത്തമ ഭക്തന്മാരുടെ പിന്നെ അവര് ഇത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഗുരു മഹാരാജിന് വന്നിട്ട് ഈ പാദം കഴുകിയ വെള്ളം കൊടുക്കണമെന്നോ ഇല്ല മഹാപ്രസാദം കൊടുക്കും. ജസ്റ്റ് നമുക്ക് ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കർമ്മ എല്ലാം എടുത്തിട്ട് നമുക്ക് നല്ലത് കൃഷ്ണ പ്രേമ കിട്ടണം, ഈ ബദ്ധാത്മാവ് എങ്ങനെങ്കിലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കട്ടെ എന്നുള്ള ഒരു കാരുണ്യത്തിലാണ് അവരെല്ലാം വന്നിട്ട് ഈ മഹാപ്രസാദം, ഈ ഉച്ചിഷ്ടം, പാദം കഴുകിയ വെള്ളം ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. സോ അതിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കണം. എത്രമാത്രം വളരെ മെർസിഫുൾ ആയിട്ടാണ് ആചാര്യന്മാർ വന്നിട്ട് ഇത് ഷെയർ ചെയ്യുന്നതെന്ന്. നിറയെ ഗുരുസ് ഒന്നും തൊടാനേ സമ്മതിക്കില്ല, പാദം തൊടാൻ പോലും സമ്മതിക്കില്ല. സോ ഇപ്പോ 5ാമത്തെ ശ്ലോകം മുതൽ 7ാമത്തെ ശ്ലോകം വരെ നമുക്ക് ഭഗവാന്റെ സൗന്ദര്യം, ഭഗവാന്റെ സ്കോളർഷിപ്പ് ഇതെല്ലാം മനസ്സിലാക്കി. പിന്നെ 8 മുതൽ 9 വരെ ഈശ്വരപൂരി മഹാരാജിനെ കണ്ട് ദീക്ഷ മേടിച്ചത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ 10ാമത്തെ ശ്ലോകത്തില് സച്ചി മാതാജിക്ക് വന്നിട്ട് കൃഷ്ണപ്രേമ നൽകി. പിന്നെ അതുപോലെ അദ്വൈത ആചാര്യന് വിശ്വരൂപ ദർശനം കാണിച്ചു എന്നുള്ളത് നമുക്കിപ്പോ കാണാം. വേഴ്സ് 10 ശാചി കെ പ്രേമദാന തവേ അദ്വൈത മിലന അദ്വൈത പായില വിശ്വരൂപ ദർശനം. Thereafter, the Lord delivered love of Krishna to his mother Sachidevi, nullifying her offense at the feet of Advaita Acharya. Thus, there was a meeting with Advaita Acharya, who later had the vision of Lord's universal form. Mahaprabhu, you should be very, very careful. Mahaprabhu വന്നിട്ട് അമ്മയെ പോലും എക്സ്ക്യൂസ് ചെയ്യാൻ തയ്യാറായില്ല. അമ്മ സച്ചിമാത മഹാപ്രഭുവിന് മുമ്പ് വിശ്വംഭരൻ, ചൈതന്യ മഹാപ്രഭു വിശ്വംഭരന് മുമ്പ് വന്നിട്ട് വിശ്വരൂപൻ ഉണ്ടായിരുന്നു. വിശ്വരൂപൻ വന്നിട്ട് അദ്വൈതാചാര്യ വന്നിട്ട് കണ്ട്, പിന്നെ അദ്വൈതാചാര്യ എപ്പോഴും സംസാരിച്ച് അദ്വൈതാചാര്യ വന്നിട്ട് പിന്നെ പറഞ്ഞു ഇങ്ങനെ എന്താ പറയാ സന്യാസിയായി പോയപ്പം അദ്വൈതാചാര്യനെ വന്നിട്ട് തെറ്റായി വിചാരിച്ചു സച്ചിമാത. അങ്ങനെ ഇത് പിന്നെ അങ്ങനെ പറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. ബട്ട് സച്ചിമാത എന്തോ അദ്വൈതാചാര്യനെ ഒഫൻസ് ചെയ്തപ്പോ എന്റെ അമ്മയല്ലേ സാരമില്ല അങ്ങനെ വിചാരിച്ചില്ല. അദ്വൈതാചാര്യ വന്നിട്ട് ശുദ്ധ വൈഷ്ണവ, അമ്മയായാലും വൈഷ്ണവ അപരാധം ചെയ്താൽ ഏത് വൈഷ്ണവൻ അപരാധം ചെയ്തോ ആ വൈഷ്ണവന്റെ അനുഗ്രഹം കിട്ടിയിട്ട് മാത്രമേ കൃഷ്ണപ്രേമ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹാപ്രഭു വന്നിട്ട് എക്സ്ക്യൂസ് ചെയ്യില്ല. പ്ലീസ് മാതാജി ആരെങ്കിലും ഇതിന്റെ പേർപ്പോട്ട് ഒന്ന് വായിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഒരു ദിവസം ശ്രീവാസ പ്രഭുവിന്റെ ഭവനത്തിലെ വിഷ്ണുപീഠത്തിൽ ആസനസ്ഥനായിരുന്ന ചൈതന്യ മഹാപ്രഭു തന്റെ ആത്മകഥം ഇപ്രകാരം പറഞ്ഞു. എന്റെ മാതാവ് അദ്വൈതാചാര്യനോട് അപരാധം ചെയ്തു. ഒരു വൈഷ്ണവനോടുള്ള ഈ അപരാധം ഇല്ലാതാക്കാത്ത പക്ഷം അവർക്ക് കൃഷ്ണപ്രേമം നേടാൻ കഴിയുകയില്ല. ഇത് കേട്ട ഭക്തന്മാരെല്ലാം അദ്വൈതാചാര്യനെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോയി. അദ്വൈതാചാര്യൻ മഹാപ്രഭുവിനെ കാണാൻ വരുന്നതിനിടയിൽ സജിമാതാവിന്റെ സവിശേഷതകൾ പ്രകീർത്തിച്ചുകൊണ്ടിരുന്നു. മഹാപ്രഭുവിന്റെ അടുത്തെത്തിയതും അദ്ദേഹം ഹർഷോന്മാദത്താൽ മൂർച്ഛിച്ച് നിലത്തു വീണു.
അപ്പോൾ ചൈതന്യ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ശചീദേവി അദ്വൈത ആചാര്യന്റെ പാദപങ്കജങ്ങൾ സ്പർശിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തി. അവിടുന്ന് തന്റെ മാതാവിന്റെ പ്രവൃത്തിയിൽ സന്തുഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, എന്റെ മാതാവ് അദ്വൈതാചാര്യന്റെ പാദകമലങ്ങളിൽ ചെയ്ത അപരാധത്തിന് ഇപ്പോൾ പ്രായശ്ചിത്തമായി. അവർക്കിനി വിഷമം കൂടാതെ കൃഷ്ണപ്രേമം നേടാം. ഒരുവൻ കൃഷ്ണാവബോധത്തിൽ വളരെ പുരോഗതി പ്രാപിച്ചവനാണെങ്കിൽ പോലും വൈഷ്ണവാപരാധം ചെയ്യുന്ന പക്ഷം അവന്റെ പുരോഗതി ഫലവത്താവുകയില്ലെന്ന് മഹാപ്രഭു ഈ ഉദാഹരണത്താൽ എല്ലാവരെയും പഠിപ്പിച്ചു. അതുകൊണ്ട് വൈഷ്ണവരോട് അപരാധം ചെയ്യാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണം. അത്തരം ഒരു അപരാധത്തെ കുറിച്ചുള്ള ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ വിവരണം താഴെ കൊടുക്കുന്നു. യദി വൈഷ്ണവ അപരാധ ഉഡേ ഹാദിമാത ഉപാഡേവ ചിണ്ടേ താര സുഖിയായ പാദ. ചൈതന്യ ചരിതാമൃതം മധ്യലീല 19:156. ഒരു മതയാന ഒരു ഉദ്യാനത്തിലെ എല്ലാ ചെടികളും ചവിട്ടി മെതിച്ച് നശിപ്പിക്കുന്നത് പോലെ ഒരു വൈഷ്ണവന്റെ പാദത്തിൽ അപരാധം ചെയ്യുന്ന ഒരുവൻ തന്റെ ജീവിതത്തിൽ സ്വരൂപിച്ച എല്ലാ ഭക്തിയുത സേവനവും നശിപ്പിക്കുന്നു. ഈ സംഭവത്തിന് ശേഷം ഒരു ദിവസം അദ്വൈതാചാര്യൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനോട് അവിടുന്ന് അർജുനന് കാണിച്ചു കൊടുത്ത വിശ്വരൂപം പ്രദർശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവിടുന്ന് ഈ അഭ്യർത്ഥന സ്വീകരിക്കുകയും അദ്വൈത പ്രഭുവിന് ഭഗവാന്റെ വിശ്വരൂപം ദർശിക്കുന്നതിനുള്ള സൗഭാഗ്യം ഉണ്ടാവുകയും ചെയ്തു. ജയ്. താങ്ക് യു മാതാജി. സോ മഹാപ്രഭു അതാരായാലും, അമ്മയായാലും ആര് തന്നെ ആയാലും വൈഷ്ണവ അപരാധം ചെയ്താൽ ആ വൈഷ്ണവന്റെ അടുത്ത് സോറി ചോദിക്കാതെ കൃഷ്ണപ്രേമ ഇല്ല. അതാരായാലും ശരി. ഇപ്പൊ സച്ചി മാതാജി ഒരു നാച്ചുറലി ഒരു മദർ ഫീൽ ചെയ്യുന്ന പോലെ തന്നെ എന്റെ മകനെ സന്യാസിയാക്കാൻ വന്നിട്ട് ഒരുപാട് പ്രേരിപ്പിച്ചു അദ്വൈതാചാര്യ. എന്റെ മകൻ എന്നെ വിട്ടു പോയി. ഒരു നാച്ചുറലി ഒരു അമ്മ വന്നിട്ട് കുട്ടി വിട്ടിട്ട് പോകുമ്പോ വിഷമിച്ച് ഇങ്ങനെ അത് പറയുമ്പോ അദ്വൈതാചാര്യ അതുപോലത്തെ രീതിയിൽ അദ്വൈതാചാര്യ ഇങ്ങനെ ഒരുപാട് എൻകറേജ് ചെയ്ത് എന്റെ മോൻ എന്നെ വിട്ടുപോയി അങ്ങനെയുള്ള രീതിയിൽ അതുപോലും അപരാധമായി. ഒരു ശുദ്ധഭക്തന്റെ ഒരു ആക്ടിവിറ്റി, ഒരു ശുദ്ധഭക്തൻ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ റിയൽ മീനിങ്. അതിന് എന്താ അർത്ഥം എന്നറിയില്ല. അതെന്താ അർത്ഥം എന്നറിയാതെ നമ്മൾ വി ഷുഡ് നോട്ട് പാസ് അവർ കമന്റ്സ്. ഇങ്ങനെയാണോ ഒരു വൈഷ്ണവ, അതാണോ ഒരു വൈഷ്ണവ, ഇതാണോ ഒരു വൈഷ്ണവ, വൈഷ്ണവയുടെ ബിഹേവിയർ ഇതാണോ. യു സേ എനിത്തിങ് അബൌട്ട് കൃഷ്ണ, കൃഷ്ണ വിൽ ടോളറേറ്റ്. ഭഗവാനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നീ കള്ളനാണ്, നീ അതാണ്, യു ആർ എ ചീറ്റ്, യു ആർ എ ദിസ്, യു ആർ ദാറ്റ് എന്ന് എന്ത് പറഞ്ഞാലും നീ ചിരിച്ചോണ്ട് അങ്ങ് ഇരിക്കും. ഭക്തന്മാരെ കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ കൃഷ്ണ ടേക്സ് ഇറ്റ് വെരി സീരിയസ്, വെരി സീരിയസ്. അതിന് പിന്നെ ഉപായമേ ഇല്ല. ഇന്ന് നമ്മൾ 24 മണിക്കൂറും ചെയ്യുന്നത് എന്താണ് നമുക്കറിയുന്നില്ല. ആരെ കുറിച്ചെല്ലാം സംസാരിക്കുന്നത് അപരാധം തന്നെ. ഗ്ലോറിഫിക്കേഷനെക്കാട്ടിലും അപരാധം തന്നെ. വൈഷ്ണവയുടെ ബ്ലെസ്സിങ്സ് വന്നിട്ട് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു വൈഷ്ണവന്റെ മനസ്സ് നൊന്തു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ച് 1, 2, 3 പടി കയറുമ്പോൾ വൈഷ്ണവപരാധം ചെയ്താൽ അതോ ഗതി താഴെ 100 സ്റ്റെപ്പ് 1000 സ്റ്റെപ്പ് താഴോട്ട് പോകും. കുഴിച്ചിടുന്ന മാതിരി തന്നെ. പകൽ ഹാത്തി ഹാത്തി മാത അപരാധ എന്ന് ചൈതന്യ മഹാപ്രഭു ഇവിടെ പറയുന്നുണ്ട്. മാഡ് എലിഫന്റ് നമ്മുടെ ഭക്തിയിലെത്താ അങ്ങനെ ഇല്ലാതെ പോകും. അതുകൊണ്ട് നോ അൺനെസസറി കമന്റ്സ്, ആവശ്യമേ ഇല്ല. അതും എസ്പെഷ്യലി സോറി ടു സേ മാതാജീസ് ഗെറ്റ് ടുഗെദറിന് എനിക്കറിയില്ല, പ്രഭുജീസ് എങ്ങനെയാന്ന് എനിക്കറിയില്ല. മാതാജീസ് ഇമ്മീഡിയറ്റ്ലി അവളെന്താ ഇങ്ങനെ ചെയ്യും, ഈ മാതാജി എന്താ അങ്ങനെ ചെയ്യും, ഇതാണോ ഓരോ വൈഷ്ണവം, ഇതിങ്ങനെയാണോ വേണ്ട. ഡോണ്ട് പാസ് എനി കമന്റ്സ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമുക്കറിയില്ല എപ്പോ നമ്മുടെ ഭക്തിയുടെ ടെസ്റ്റ് വരും, നമുക്ക് അറിയത്തില്ല. ഏത് ഭക്തന് ഏത് ഭാവത്തില് എന്ത് സേവ ചെയ്തു, അവരെ കറക്റ്റ് ചെയ്യാനുള്ള പൊസിഷനിലാണോ നമ്മൾ അവരുടെ ഗുരുവാണോ ആചാര്യനാണോ. ഒരു ഗുരുവിന്, ഒരു പതിന്, ഹസ്ബൻഡിന് ഇങ്ങനെ അതോറിറ്റി ഉണ്ട്. നമുക്ക് അതോറിറ്റി ഇല്ലാത്തപ്പോ when we don't have the authority, yes we can of course correct our children. നമുക്ക് അതോറിറ്റി ഉണ്ട്, നമ്മുടെ കുട്ടികള്. ബട്ട് ബാക്കിയുള്ള വൈഷ്ണവന്മാരെല്ലാം കമന്റ് ചെയ്യുക, കൃഷ്ണ വിൽ ടേക്ക് ഇറ്റ് വെരി സീരിയസ്. ഭഗവാൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കും. നമ്മളിങ്ങനെ ചുമ്മാ ടൈം പാസിന് പറഞ്ഞിട്ട് പോകും. ബട്ട് അൺലെസ് ആ വൈഷ്ണവന്റെ കാല് പിടിച്ച് ക്ഷമയാചിക്കാതെ, അമ്മയെ ആയാലും സച്ചി മാതാജി ആയാലും ഭഗവാൻ ക്ഷമിക്കില്ല. നമുക്ക് എല്ലാ ദിവസവും എല്ലാ വൈഷ്ണവന്മാരുടെ കാലും പിടിക്കണം. നമുക്കറിയില്ല ആരെല്ലാം അപരാധം ചെയ്തെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ജപം ശരിയാവാത്തത്. കാരണം
നാമത്തില് ജപത്തില് രുചി വരുന്നില്ല. എന്ത് കാരണമാ? രാവിലെ എഴുന്നേറ്റപ്പോ മുതൽ രാത്രി കിടക്കുന്നവരെ വൈഷ്ണവ അപരാധം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. രഘുനാഥ് ദാസ് ഗോസ്വാമി ഒരു ദിവസം ഭഗവാനെ 1000 ദണ്ഡവത് പ്രണാം ചെയ്തു, ഭക്തന്മാർക്ക് 2000 ദണ്ഡവത് പ്രണാം ചെയ്തു. He did only 1000 pranams to Krishna, but 2000 times he worshipped the Vaishnavas. Very big exercise. നമുക്ക് 2000 വൈഷ്ണവാസ് അപരാധം ചെയ്തു എന്ന് പറയാം. അവരെ കുറിച്ച്, ഇവരെ കുറിച്ച്, അവരെ കുറിച്ച്, ഇവരെ കുറിച്ച് എല്ലാറ്റിനും കമന്റ് പാസ് ചെയ്യുക. അൺനെസസറി വാച്ചോ വേഗം. We should be very careful. അത് ആര് തന്നെ ആയാലും മഹാപ്രഭു will not excuse. സോ ഇപ്പൊ ശ്രീവാസാങ്കന്റെ അമ്മ ഇങ്ങനെ ഒരു അപരാധം ചെയ്തു, ബട്ട് മഹാപ്രഭു ഓൾവേസ് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. എപ്പോഴുമേ വന്നിട്ട് അവസരങ്ങൾ തരുന്നുണ്ട്. അപ്പം ഇവിടെ ശ്രീവാസ് പ്രഭുവിന്റെ വീട്ടില് പോയപ്പോ അദ്വൈതാചാര്യ വന്ന് വരാൻ പറഞ്ഞ്, പിന്നെ അദ്വൈതാചാര്യ ഡാൻസ് ചെയ്ത് നമസ്കരിച്ച് കിടന്നപ്പോ സച്ചിമാതാജി പോയി സച്ചിമാതാജി പോയി അദ്വൈതാചാര്യ അടുത്ത് പോയി, അദ്വൈതാചാര്യ മഹാശയ്, ഞാൻ വന്നിട്ട് അപരാധം ചെയ്തു, എന്നെ ക്ഷമിക്കൂ എന്നെ പറഞ്ഞ അദ്വൈതാചാര്യ അക്സെപ്റ്റ് ചെയ്യുമോ? അദ്വൈതാചാര്യ അമ്മ, മഹാപ്രഭുവിന്റെ അമ്മ, ഒരിക്കലും സമ്മതിക്കില്ല. ഒരു വൈഷ്ണവൻ തന്നെത്താനെ വലുതായിട്ട് ഒരിക്കലും വിചാരിക്കില്ല. അപ്പൊ ഒരിക്കലും പ്രണമിക്കാനോ കാല് തൊടാനോ ഒന്നും സമ്മതിക്കത്തില്ല. അപ്പൊ മഹാപ്രഭു ഇങ്ങനെ അദ്വൈതാചാര്യ വന്നിട്ട് നമസ്കരിച്ച് കിടക്കുമ്പോ സച്ചിമാത പോയി കാല തൊട്ട് തൊഴുത് ക്ഷമയാചിച്ചു വന്നു. അത് കണ്ടപ്പോ മഹാപ്രഭുവിന്റെ ഹൃദയം ഇളകി. പിന്നെ പറഞ്ഞു, ഓക്കെ, നൗ സച്ചിമാതാജി ക്യാൻ ടേക്ക് കൃഷ്ണപ്രേം. ഷുഡ് ബി വെരി കെയർഫുൾ. നമുക്കറിയത്തില്ല ഏത് നമ്മുടെ വാക്ക്, ഏത് നമ്മുടെ എന്താ പറയാ ആക്ഷൻ ഒരു വൈഷ്ണവന് നോവിക്കുന്നു. അത് വന്നിട്ട് ആ വൈഷ്ണവൻ മനസ്സിൽ വെച്ചിരുന്നാല് നമുക്ക് ഭക്തിയിലെ പുരോഗതി ഉണ്ടാവില്ല. സോ വളരെ കെയർഫുൾ ആയിരിക്കണം വൈഷ്ണവ അപരാധം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞിട്ട് മഹാപ്രഭു വന്നിട്ട് അദ്വൈതാചാര്യാവിന് വിശ്വരൂപം കാണിച്ചു. അദ്വൈതാചാര്യ ചോദിച്ചു, പ്ലീസ്, അർജുനൻ കണ്ട അതേ വിശ്വരൂപം ഞാനും ദർശിക്കണം, എനിക്കും കൂടെ വിശ്വരൂപം ദർശനം തരണേ എന്ന് ചോദിച്ചപ്പോ ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യ വിശ്വരൂപ ദർശനം കാണിച്ചു. സോ we go to 11th ശ്ലോക. പ്രഭുര അഭിഷേക തപേ കരില ശ്രീവാസ, घाटे वासी प्रभु कैला ऐश्वर्य प्रकाश. Srivas Thakur then worshipped Lord Chaitanya Mahaprabhu by the process of Abhisheka. Sitting on a cot, the Lord exhibited transcendental opulence. അപ്പൊ Srivas Thakur directly ഭഗവാനെ വന്നിട്ട് ഇരുത്തി എല്ലാ പാരഫെർനേലിയ കൊണ്ടും ഭഗവാനെ വന്നിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരാർക്ക് എന്തെന്ത് ആഗ്രഹം ഇരിക്കുമോ അതിനനുസരിച്ച് ഭഗവാൻ വന്നിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്തു. നമുക്ക് 12th ശ്ലോക വായിക്കാം. തബേ നിത്യാനന്ദ സ്വരൂപേര ആഗമന, പ്രഭു കെ മിലിയ പായല ഷഡ്ഭുജ ദർശന. ഇപ്പൊ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലെ നിത്യാനന്ദ പ്രഭു അപ്പിയർ ആയപ്പോ ചൈതന്യ മഹാപ്രഭു ഷഡ്ഭുജ രൂപം വന്നിട്ട് ഭഗവാൻ കാണിച്ചു. ഷഡ്ഭുജ രൂപത്തിൽ എന്തെല്ലാം രൂപമുണ്ട്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹരേ കൃഷ്ണ മാതാജി. ഭഗവാന്റെ അത് ശ്രീരാമൻ്റെത് അതല്ലല്ലോ. ശ്രീരാമൻ ഭഗവാൻ ഇദ്ദേഹം ചൈതന്യം ദിജു 2 കൈയുള്ള അങ്ങനെ. പിന്നെ മഹാപ്രഭു ഭഗവാൻ ശ്രീരാമൻ. മൂന്ന് രൂപ കാണിക്കുന്ന ഒരു കയ്യില് വന്നിട്ട് വില്ലു അമ്പോ എടുത്തിട്ട് ഞാൻ തന്നെയാണ് ശ്രീരാമനായിട്ട് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗോപാലകന്റെ കയ്യില് സ്റ്റിക്ക് ഉണ്ടല്ലോ, അതും ഓടക്കുഴലും വെച്ചിട്ട്
കൃഷ്ണനും ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് മഹാപ്രഭു വന്നിട്ട് സന്യാസ ദണ്ഡ ആൻഡ് കമണ്ഡലവും സന്യാസ ദണ്ഡവും വെച്ചിട്ട് ഞാൻ തന്നെയാണ് മഹാപ്രഭു. നമ്മൾ പാടില്ലേ, ശ്രീ ഗോർ സേ കൃഷ്ണ സേ ജഗന്നാഥ്. The same Krishna came as, Mahaprabhu is non-different from Krishna. Mahaprabhu is non-different from Lord രാമചന്ദ്ര. എല്ലാരും ഞാൻ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതേ രാമൻ ഞാൻ തന്നെയാണ് കൃഷ്ണൻ ഞാൻ തന്നെയാണ് ഇപ്പൊ മഹാപ്രഭുവായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഈ ഷഡ്ഭുജ രൂപം വന്നിട്ട് കാണിച്ചു. യെസ്, സെക്കൻഡ് പാരഗ്രാഫ് ആരെങ്കിലും വായിക്കും മാതാജി? ഹരേ കൃഷ്ണ മാതാജി വായിക്കാം. ഭാവാർത്ഥം. ശ്രീല നിത്യാനന്ദ പ്രഭു ബിർഭും ജില്ലയിലെ ഏകചക്ര ഗ്രാമത്തിൽ പത്മാവതിയുടെയും ഹഡായ് പണ്ഡിതന്റെയും പുത്രനായി ജനിച്ചു. കുട്ടിക്കാലത്ത് അദ്ദേഹം ബലരാമനെ പോലെ കളിച്ചു വളർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സന്യാസി ഹഡായ് പണ്ഡിതന്റെ ഭവനത്തിൽ വന്നു ചേരുകയും പുത്രനെ തന്റെ ബ്രഹ്മചാരി സഹായിയായി വിട്ടുതരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. ഹഡായ് പണ്ഡിതൻ തൽക്ഷണം സമ്മതിക്കുകയും പുത്രനെ വിട്ടുകൊടുക്കുകയും ചെയ്തു. പക്ഷേ പുത്രന്റെ വേർപാട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അതിനാൽ ഹഡായ് പണ്ഡിതൻ ജീവൻ വെടിഞ്ഞു. നിത്യാനന്ദ പ്രഭു സന്യാസിക്കൊപ്പം നിരവധി തീർത്ഥസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. അദ്ദേഹം സന്യാസിക്കൊപ്പം അനേകം ദിവസങ്ങൾ മധുരയിൽ വസിച്ചെന്നും ആ സമയത്താണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നവദ്വീപിലെ ലീലകളെ കുറിച്ച് കേട്ടതെന്നും പറയപ്പെടുന്നു. അങ്ങനെ നിത്യാനന്ദ പ്രഭു ഭഗവാനെ ദർശിക്കാനായി ബംഗാളിലേക്ക് വന്നു. നിത്യാനന്ദ പ്രഭു അവിടെ നന്ദനാചാര്യന്റെ ഭവനത്തിലെ അതിഥിയായിരുന്നു. നിത്യാനന്ദ പ്രഭു വന്നിട്ടുണ്ടെന്നറിഞ്ഞ ചൈതന്യ മഹാപ്രഭു തന്റെ ഭക്തന്മാരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയക്കുകയും അപ്രകാരം അവിടെ ശ്രീ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്തു. ശില പ്രഭുപാദ് കി ജയ. ജയ ശില പ്രഭുപാദ്. പണ്ടത്തെ കാലത്ത് സന്യാസീസ് എല്ലാം വന്നിട്ട് എന്ത് ദാനം ചോദിക്കുന്നു നമുക്ക് പറയാനേ പറ്റില്ല. ചിലപ്പോ സന്യാസി വന്നിട്ട് ഒരു വീട്ടിൽ വന്നിട്ട് എനിക്ക് താങ്കളുടെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാല് കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു സാധുവല്ലേ, ഒന്നുമില്ല, എന്റെ മോളെ ഇവരുടെ കൂടെ അയച്ചുവിടാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അത്ര പ്യുവറായിരുന്നു ആ സന്യാസി, അത്രയും പ്യുവറായിരുന്നു. അതുപോലെ ഈ റിസീവ് ചെയ്യുന്ന ഗൃഹസ്ഥാസും അത്രയും നല്ല ഡിവോട്ടി ആയിരുന്നു. ദേ വാല്യൂഡ് ആൻഡ് റെസ്പെക്ടഡ് ദ സന്യാസി സോ മച്ച്. അപ്പൊ ഈ സന്യാസീസ് വന്ന് എന്തെങ്കിലും ദാനമായിട്ട് ചോദിക്കുവാണെങ്കിൽ അത് കൊടുക്കുമായിരുന്നു. അപ്പൊ നിത്യാനന്ദ പ്രഭു അവന്റെ പേരൻസ് വന്നിട്ട് വളർത്തിയത് അവിടെ പത്മാവതി ആൻഡ് ഹഡായ് പണ്ഡിതയുടെ വീട്ടില് വന്നിട്ട് ഈ ഒരു സന്യാസി വീട്ടില് വന്നിട്ട് കുട്ടിയെ കണ്ടപ്പോൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ പുത്രൻ ദാനമായിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി ഷോക്കിംഗ്, വെരി പെയിൻഫുൾ, ബട്ട് ദേ വർ റെഡി ടു ഗിവ്. അതായിരുന്നു അവരുടെ ഡെഡിക്കേഷനും. അപ്പൊ പിന്നെ ആ സന്യാസിയുടെ കൂടെ നിത്യാനന്ദ പ്രഭു ഇങ്ങനെ ടൂർ അടിക്കുക, എല്ലാവിടെയും പോയി അവസാനം നവദ്വീപിലെത്തി. നന്ദനാചാര്യയുടെ വീട്ടിലുള്ളപ്പോ ചൈതന്യ മഹാപ്രഭു ഇൻഫർമേഷൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, പ്ലീസ് കം. പിന്നെ ചൈതന്യ മഹാപ്രഭു കണ്ടുമുട്ടുമ്പോ ഞാൻ തന്നെയാണ്, അതേ കൃഷ്ണൻ എന്താണ് ഞാൻ തന്നെയാണ് ഭഗവാൻ രാമചന്ദ്രൻ ആൻഡ് ചൈതന്യ മഹാപ്രഭു ഞാനാണെന്ന് പറഞ്ഞിട്ട് ഷഡ്ഭുജ രൂപം വന്നിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്തത് പിന്നെ വീണ്ടും 17.13 പ്രഥമേ ഷഡ്ഭുജ താണ്ഡേ തേകായില ഈശ്വര ശംഖ ചക്ര ഗദ പദ്മേ സർവാംഗ വേണുധര. ഇപ്പോ yes, one day Lord Chaitanya Mahaprabhu exhibited to Lord Nityananda Prabhu a 6-armed form bearing conch shell, disc, club, lotus flower, bow and a flute. അപ്പൊ ഇങ്ങനെയും ഷഡ്ഭുജ കാണിച്ചു. ഷഡ്ഭുജ 6 hands form എങ്ങനെയാ? ശംഖ ചക്ര ഗദ പദ്മ 4 കൈകളില്, പിന്നെ സാരംഗ ബൗ ആൻഡ് വേണുധാര കയ്യിലെ വേണു. അപ്പൊ അങ്ങനെ 6 കൈകളിലും ഇങ്ങനെ 6 ഐറ്റംസ് കയ്യിലെ വെച്ച് കാണിച്ചു. പിന്നെ 17.14 തബേച ചതുർഭുജ ഹൈല തീന അംഗ വക്ര തുയി ഹസ്തേ വേണു ഭാജായ
Tuvi Shankha Chakra. Thereafter, the Lord showed him his four-armed form, standing in three-curved posture. With two hands, he played upon a flute, and other two carried conch shell and a disc. പിന്നെ ആദ്യം ഷഡ്ഭുജ കാണിച്ചു, അത് കഴിഞ്ഞിട്ട് 4 കൈകളിലുള്ള രൂപം കാണിച്ചു, ത്രിഭംഗ രൂപം കാണിച്ചു. അതിൽ 2 കൈയില് വന്നിട്ട് എന്താണ് ഫ്ലൂട്ട് കുഴൽ വായിക്കുവായോ പ്ലേ ചെയ്യുമായിരുന്നു. പിന്നെ on the other 2 hands he carried a conch shell and a disc. ശംഖചക്രവും മറ്റേ കൈകളിൽ വെച്ചിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദ്വിഭുജ രൂപം കാണിച്ചു. ആദ്യം ഷഡ്ഭുജ കാണിച്ചു, പിന്നെ 4 ഭുജങ്ങൾ കാണിച്ചു, ചതുർഭുജ കാണിച്ചു. അടുത്തത് ഇപ്പോ ദ്വിഭുജവും കാണിക്കുന്നുണ്ട്. 17.15 തബേത ദ്വിഭുജ കേവല വംശീവദന ശ്യാമ അംഗ പീത വസ്ത്ര വ്രജേന്ദ്ര നന്ദന. Finally, the Lord showed Nityananda Prabhu his two-hand form of Krishna, the son of Maharaja Nanda, simply playing on his flute, his bluish body dressed in yellow garments. So, അവസാനം ഞാൻ കൃഷ്ണൻ തന്നെയാണ്, ഞാൻ തന്നെയാ ഇങ്ങനെ വന്നതെന്ന് നിത്യാനന്ദ പ്രഭുവിന് ദ്വിഭുജ രൂപം കാണിച്ചു. പുല്ലാങ്കുഴെല്ലാം കുഴൽ വെച്ചിട്ട് ഉള്ള രൂപവും കാണിച്ചു. മഞ്ഞ വസ്ത്രം, ശ്യാമ അംഗ, bluish body decorated with yellow garments. So Nityananda Prabhuna 3 types of rupam കാണിച്ചു. ഷഡ്ഭുജ രൂപ, ചതുർഭുജ രൂപ, പിന്നെ ദ്വിഭുജ രൂപ, 3 രൂപവും കാണിച്ചു. ഇപ്പൊ തബേ നിത്യാനന്ദ ഗോസ നീരാവ്യാസ പൂജന നിത്യാനന്ദ വേഷ കൈല മുസല ദർശന. അടുത്തത് ഇത് ആരെങ്കിലും വായിക്കാൻ പറ്റുമോ? സ്റ്റേഷൻ ഉണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി വർത്തനം എന്റെ ഭാവാർത്ഥം വയസ്സുള്ള പ്രഭാത് കിച്ചേ. നിത്യാനന്ദ പ്രഭു അപ്പോൾ ഗൗരസുന്ദരന് വ്യാസപൂജ അഥവാ ഗുരുപൂജ ചെയ്യുവാനുള്ള ഏർപ്പാട് ചെയ്തു. എന്നാൽ ഭഗവാൻ ചൈതന്യൻ നിത്യാനന്ദ പ്രഭുവിന്റെ ഭാവത്തിൽ കുശലായുധം, തലപ്പ പോലുള്ള ആയുധം ധരിച്ചു. ഭാവാർത്ഥം: ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം നിത്യാനന്ദ പ്രഭു പൗർണമി രാത്രിയിൽ ഭഗവാന്റെ വ്യാസപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. വ്യാസപൂജ അഥവാ ഗുരുപൂജ വ്യാസദേവന്റെ പ്രാതിനിധ്യത്തിലൂടെയാണ് അദ്ദേഹം സജ്ജീകരിച്ചത്. വൈദിക തത്വങ്ങൾ പിന്തുടരുന്ന എല്ലാവരുടെയും ആദ്യ ഗുരു വ്യാസദേവനായതിനാൽ ആധ്യാത്മിക ഗുരുവിന്റെ ആരാധന വ്യാസപൂജ എന്ന് വിളിക്കപ്പെടുന്നു. നിത്യാനന്ദ പ്രഭു വ്യാസപൂജയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. സങ്കീർത്തനം നടത്തുകയായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിന്റെ കഴുത്തിൽ ഹാരമണിയിക്കാൻ ശ്രമിച്ച അദ്ദേഹം ചൈതന്യ ഭഗവാനിൽ തന്നെ കണ്ടു. ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും അല്ലെങ്കിൽ കൃഷ്ണന്റെയും ബലരാമന്റെയും ആത്മീയ സ്ഥാനങ്ങൾക്ക് തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവരെല്ലാവരും പരമദിവ്യാത്മ പുരുഷനായ ഭഗവാന്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങൾ തന്നെയാണ്. ഈ പ്രത്യേക ചടങ്ങിൽ മഹാപ്രഭുവിന്റെ എല്ലാ ഭക്തന്മാർക്കും ശ്രീ ചൈതന്യനും നിത്യാനന്ദ പ്രഭുവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ചില പ്രഭാത് കി ജയ്. മഹാപ്രഭു കാണിച്ചു ചൈതന്യ വ്യാസപൂജ. എല്ലാ വ്യാസപൂജ ഒരു ഡിസൈപ്പിൾ വന്നിട്ട് ഒബ്സർവ് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ഗുരുപൂജ, വ്യാസപൂജ. അപ്പൊ നിത്യാനന്ദ പ്രഭു ഇത് ചെയ്യുമ്പോ നിത്യാനന്ദ പ്രഭുവിന്റെ രൂപം തന്നെ ചൈതന്യ മഹാപ്രഭു എടുത്തിട്ട് എനിക്കും നിത്യാനന്ദ പ്രഭുവിനും യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് കാണിച്ചു. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ലോർഡ് ചൈതന്യ ആൻഡ് ലോർഡ് നിത്യാനന്ദ. സെയിം ഭഗവാൻ വന്നിട്ട് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഇന്റേണലി പരമാത്മാവായിട്ട് ഇൻസ്ട്രക്ഷൻസ് പറയും, പിന്നെ എക്സ്റ്റേണലി ശ്രീ ഗുരുവായിട്ട് ഭഗവാൻ തന്നെയാ വരുന്നത്. സോ നമുക്ക് പലപ്പോഴും വന്നിട്ട് ഗുരുവിനെ വന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കൃഷ്ണൻ ഭഗവാന്റെ എന്താ പറയാ ഔട്ട് ഓഫ് ഹിസ് കോസ്റ്റ്ലെസ് മെർസി, ഭയങ്കര കാരുണ്യം കൊണ്ട് ഭഗവാന്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആണ് സ്പിരിച്വൽ മാസ്റ്റർ എന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഭഗവാനും സ്പിരിച്വൽ മാസ്റ്ററും യാതൊരു വ്യത്യാസവും ഇല്ല. അചിന്ത്യ ഭേദതത്വം സൈമൾട്ടേനിയസ്ലി. യെസ്, ഗുരു, അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഗുരു ഈസ് നോട്ട് കൃഷ്ണ ബട്ട് ഗുരു ഷുഡ് ബി വർഷിപ്ഡ് ആസ് ഗുഡ് ആസ് കൃഷ്ണ എന്ന് നമ്മൾ പറയുന്ന കാരണം അതാണ്. അപ്പൊ നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിനെ വർഷിപ്പ് ചെയ്യുമ്പോൾ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അതേസമയം വ്യത്യാസം ഉണ്ട്.
ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോ ഒരു ഡിസൈപ്പിൾ വന്നിട്ട് വ്യാസപൂജ ഒബ്സർവ് ചെയ്തിട്ട് ഗുരുവിനെ വന്നിട്ട് എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് നിത്യാനന്ദ പ്രഭു കാണിച്ചു കൊടുത്തു. പിന്നെ നിത്യാനന്ദ പ്രഭുവിനും മഹാപ്രഭുവിനും യാതൊരു വ്യത്യാസമില്ല. അതായത് ഒരു ഗുരു വന്നിട്ട് ഈസ് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് കൃഷ്ണ, ഭഗവാന്റെ തന്നെ ഒരു എക്സ്റ്റേണലി വെളിയിൽ ഭഗവാൻ വന്നിട്ട് ഗുരുവായിട്ട് വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ്. അകത്തിന്ന് പരമാത്മാവായിട്ട് ഇൻസ്ട്രക്ഷൻസ് പറയുന്നുണ്ട്, എക്സ്റ്റേണലി ഗുരുവായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് ഗുരു കിട്ടിയത് അങ്ങനെയാണ്. വെരി വെരി താങ്ക്ഫുൾ ടു കൃഷ്ണ, ഇങ്ങനെ ഒരു ഗുരു നമുക്ക് കിട്ടിയതും പരമ്പരയിൽ നമ്മൾ കണക്ട് ആയതും എല്ലാ സേവനങ്ങളും ഗുരുവിന് ചെയ്യാൻ പറ്റിയ എല്ലാ സേവനങ്ങളും ചെയ്ത് അത് കഴിഞ്ഞിട്ട് are we going late? Samayam. Okay. So, तबे सची देखिला रामकृष्ण दुई भाई, तबे निस्तारिला प्रभु जगाई मदाई. അത് കഴിഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ വന്നിട്ട് ജഗായി മദായിനെ വന്ന് ഡെലിവർ ചെയ്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറയില്ല, ജസ്റ്റ് ഈ ഒരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, ജഗായി മദായിനെ ഡെലിവർ ചെയ്തെന്ന്. ബിക്കോസ് ചൈതന്യ ഭാഗവതത്തില് കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇതിനെ അധികം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തില്ല. അധികം ഡിസ്ക്രൈബ് ചെയ്തില്ല. സോ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. സച്ചി മാതാജിക്ക് കൃഷ്ണനും ബലറാമനും ഞങ്ങൾ തന്നെയാണ്. ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ഞങ്ങൾ തന്നെയാണ്. കൃഷ്ണനും ബലറാമനും കാണിച്ചു തന്നപ്പോ സച്ചി മാതാജി വന്നിട്ട് ഫെയിന്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പോപ്പോട്ട് ആരെങ്കിലും വായിക്കും മാതാജി? ഹരേ കൃഷ്ണ മാതാജി. ശിലപ്രഭുപാദ് കി ജയ്. ഒരു രാത്രിയിൽ സജി മാതാവ് തന്റെ വീട്ടിലെ കൃഷ്ണ ബലരാമ വിഗ്രഹങ്ങൾ ചൈതന്യ നിത്യാനന്ദ രൂപങ്ങൾ എടുത്തതായും വിഗ്രഹത്തിന് സമർപ്പിച്ച നൈവേദ്യം ഭക്ഷിക്കാൻ അവർ രണ്ട് കുട്ടികളെ പോലെ കലഹിക്കുന്നതായും സ്വപ്നം കണ്ടു. അടുത്ത ദിവസം മഹാപ്രഭുവിന്റെ ഇച്ഛ അനുസരിച്ച് ശചിദേവി നിത്യാനന്ദനെ പ്രസാദം ഭക്ഷിക്കാൻ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു. അപ്രകാരം വിശ്വംഭരനും ഭഗവാൻ ചൈതന്യൻ നിത്യാനന്ദനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നപ്പോൾ അവർ കൃഷ്ണ ബലരാമന്മാർ തന്നെയാണെന്ന് ശചിദേവിക്ക് ബോധ്യമായി. ഇത് കണ്ട ശചിദേവി ബോധശൂന്യയായി. നവദ്വീപിലെ ആദരണീയമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് എല്ലാവിധത്തിലുള്ള പാപപ്രവൃത്തികൾക്കും അടിമകളായി തീർന്ന രണ്ട് സഹോദരന്മാരായിരുന്നു ജഗായിയും മഥായിയും. ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞപ്രകാരം നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും കൃഷ്ണാവബോധ കർമ്മം പതിവായി വീട് വീടാന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പ്രചരണത്തിനിടയിൽ മദ്യപിച്ച് മതോന്മത്തരായ ജഗായിയെയും മഥായിയെയും അവർ കണ്ടു. അവരെ കണ്ടപ്പോൾ ജഗായിയും മഥായിയും അവരെ തുരത്താൻ തുടങ്ങി. അടുത്ത ദിവസം മഥായി ഒരു ഉടഞ്ഞ മൺകുടത്തിന്റെ കഷ്ണം കൊണ്ട് നിത്യാനന്ദ പ്രഭുവിന്റെ ശിരസിൽ അടിക്കുകയും ശിരസ് മുറിഞ്ഞ രക്തം പ്രവഹിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ശ്രീ ചൈതന്യ മഹാപ്രഭു പെട്ടെന്ന് സ്ഥലത്തെത്തുകയും രണ്ട് സഹോദരങ്ങളെയും ശിക്ഷിക്കാൻ മുതിരുകയും ചെയ്തു. പക്ഷേ ജഗായിയുടെ പാശ്ചാത്താപ വിവശമായ പെരുമാറ്റം കണ്ട കരുണാമയനായ ഗൗരംഗ മഹാപ്രഭു തൽക്ഷണം അവനെ ആലിംഗനം ചെയ്തു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ മുഖാമുഖം ദർശിക്കുകയും അദ്ദേഹത്താൽ ആശ്ലേഷിക്കപ്പെടുകയും ചെയ്ത പാപികളായ സഹോദരന്മാർ തൽക്ഷണം ശുദ്ധീകരിക്കപ്പെട്ടു. അപ്രകാരം അവർ ഭഗവാനിൽ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിനുള്ള ദീക്ഷ സ്വീകരിക്കുകയും മോചിതരാവുകയും ചെയ്തു. ശിലപ്രഭുപാദ് കി ജയ്. സോ ഇവിടെ ജഗായി മദായിനെ ഉദ്ധരിച്ചു എന്ന് പറയുന്നുണ്ട്. കലിയുഗത്തിലൊക്കെ നമ്മളെല്ലാരും ജഗായി മദായി പൊസിഷനിലാണ്. ഭഗവാനും ആചാര്യന്മാരും എല്ലാവരും റെഡിയാണ് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഈവൻ ജഗായി മദായി റെഡി ടു സറണ്ടർ. അവര് പോലും Lord Gauranga saw Jagai's repentant behavior, he immediately embraced it. Repentant behavior. But many a times വന്നിട്ട് നമ്മള് റിപ്പന്റ് ചെയ്യുന്നില്ല, നമുക്ക് അറിയുന്ന പോലില്ല നമ്മൾ അപരാധം ചെയ്യുന്നു. We are not even realizing that we are committing അപരാധം. ഇവിടെ വന്നിട്ട് ഇവർക്ക് ബോധം വന്ന് ഇവര് അപരാധം ചെയ്തു എന്ന് പറഞ്ഞ് റിപ്പന്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. നമ്മള് ചെയ്യുന്ന അപരാധങ്ങൾ വന്നിട്ട് നമ്മള് ഭക്തിയിൽ നിന്ന് ദൂരെ കൊണ്ടുപോകും, നമ്മുടെ സർവീസിൽ നിന്ന് ദൂരെ കൊണ്ടുപോകും, നമ്മുടെ ചാൻഡിങ്ങിൽ നിന്ന് നമ്മളെ ദൂരെ കൊണ്ടുപോകും, ഭക്തന്മാരുടെ സംഘത്തിൽ നിന്ന് ദൂരെ കൊണ്ടുപോകും. ഇത് നമ്മൾ ഒരിക്കലും റിയലൈസ് ചെയ്യുന്നില്ല. വി ഷുഡ് ബി വെരി വെരി കെയർഫുൾ. പിന്നെ എല്ലാ ദിവസവും രാവിലെ ചാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞോ അറിയാതെയോ ആർക്കെല്ലാം ഞാൻ അപരാധം ചെയ്തിട്ടുണ്ടോ പ്ലീസ് എന്നെ, അഫ്കോഴ്സ് ഗുരുവിന്റെ അടുത്ത് പോയി പറഞ്ഞ് നമ്മൾ സോറി
ചോദിക്കണം. പിന്നെ അത് മാത്രമല്ലാതെ ഞാൻ ആരുടെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ ക്ഷമിക്കണേന്ന് മാനസികമായിട്ട് നമ്മൾ വന്നിട്ട് ക്ഷമയാചിക്കണം. നമുക്കറിയില്ല ഏത് നമ്മുടെ വാക്ക്, ഏത് നമ്മുടെ ഒരു ഡീലിംഗ് വന്നിട്ട് ഒരു വൈഷ്ണവനെ ഹേർട്ട് ചെയ്യുന്നു അറിയില്ല. ആ വൈഷ്ണവൻ ഹേർട്ട് ആയിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ചാൻഡിങ് ഓടില്ല. അപ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. ആ റിപ്പൻറ്റൻസ് വേണം. എവ്രി ഡേ ഭഗവാൻ തന്നിട്ടുള്ള ഗിഫ്റ്റ്സിനെല്ലാം താങ്ക്സ് പറയുന്നതിന്റെ കൂട്ടത്ത് എവ്രി ഡേ നമ്മൾ വന്ന് റിപ്പൻറ്റ് ചെയ്യണം. കൃഷ്ണ, ബൈ മൈ തോട്ട്, വേർഡ്സ്, ഡീഡ്സ്, இந்த കായ വാച കർമ്മണ, ഏതെങ്കിലും രീതിയിൽ ഞാൻ ആരെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിഞ്ഞ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വൈഷ്ണവന്റെ കാലത്തിനെ പിടിക്കും, വേറെ മാർഗമില്ല. അറിയാതെ കൂടെ ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ സോറി ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ ജപം ഒന്നും കൂടെ നല്ലാവും എന്ന് ഇങ്ങനെ ഒരു സീനിയർ ഡിവോട്ടി ക്ലാസ്സിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. മാജി 6 മണിക്ക് മഹാഭാരതം ക്ലാസ് ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ 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 ഓക്കെ. സോ സോറി നമുക്ക് മാജി. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇറ്റ്സ് ഓക്കെ മാതാജി. സോ വി ഷുഡ് ഓൾവേസ് ഹാവ് ദിസ് ഇൻ മൈൻഡ്. ഒരു വൈഷ്ണവനും ഒരു രീതിയിലും അപരാധം ചെയ്യാതെ, പിന്നെ എപ്പോഴും അതുകൊണ്ട് വൈഷ്ണവനെ കാണുമ്പോൾ നമസ്കരിക്കണം. യുനോ, ബെഗ് മെർസി എപ്പോഴുമേ നമ്മുടെ ചാൻഡിങ്ങും സർവീസ് എല്ലാം നല്ലാവാൻ വേണ്ടിയിട്ട്. യെസ്. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ കൂടെ ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോറി, സമയം കൂടുതൽ എടുത്തു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹരേ കൃഷ്ണ. എല്ലാ വൈഷ്ണവന്മാർക്കും വിനീതമായ പ്രണാമം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ. താങ്ക് യു സോ മച്ച് മാജി. താങ്ക് യു മാതാജി, വളരെ നന്ദി മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. ക്ഷമിച്ചാലും മാതാജി, ദയവായി ക്ഷമിച്ചാലും. താങ്ക് യു മാതാജി. താങ്ക് യു. സോറി മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പ്രണാം മാതാജി.